ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെസിപ്പി മലബാറിക്കസ്. ഇന്നൊരു ചിക്കൻ്റെ നല്ല ടേസ്റ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിക്കും ബിരിയാണിക്കെല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ആപ്റ്റായിട്ടുള്ള ഒരു ഫ്രൈ ആണ്. അപ്പോൾ ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതുകൂടെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം. പിന്നെ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വേണ്ടത് 2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി വേണം. പിന്നെ ഞാൻ ഇതിനകത്ത് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല വേണം. പിന്നെ കുരുമുളക് പൊടിയും കൂടെ വേണം. അതൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഉപ്പും ചേർത്തിട്ട് ഒന്ന് കൈവച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലെല്ലാം എപ്പോൾ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതൊന്ന് കൈവച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഒന്ന് നന്നായിട്ട് കലക്കി കൊടുക്കുക. അപ്പം ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. അപ്പം ഇത് നല്ല ക്രിസ്പിയായി കിട്ടാനാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഒരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഫുഡ് കളർ ചേർത്ത് കൊടുത്തത്. അപ്പം കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ഫുഡ് കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പം ഞാനിനി ചിക്കൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഇതിലേക്ക് കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഷാലോ ഫ്രൈ ചെയ്യാം, പക്ഷെ അത്ര ക്രിസ്പി ആവില്ല. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്ത് പപ്പടം ചേർക്കുന്നുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നേരിയതായിട്ട് പപ്പടം മുറിച്ചതാണിത്. അപ്പം അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം. അപ്പം പപ്പടം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ വെക്കേണ്ടത്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടില്ലാതെ ലോ ഫ്ലെയിമിലായി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കുകയും ചെയ്യും, ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഓയിലിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. മാത്രമല്ല കുട്ടികൾക്കെല്ലാം കാണുമ്പോൾ ഒരു നല്ലൊരു കളർഫുള്ളായി തോന്നുകയും ചെയ്യും. ഈ ഒരു കറിവേപ്പില നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന കുറച്ച് മുമ്പേ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുകയും ചെയ്യാം. അപ്പം നമ്മൾ ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും മാത്രമല്ല ഈവൻ ബിരിയാണീൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് എടുക്കാം. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ല ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളൂ, വീട്ടിലെല്ലാം എപ്പോൾ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഇനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കൂലേ? അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാത്രമല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയറും കൂടെ ചെയ്യണം. അപ്പം അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.